ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിന്ന് 2026 കണ്ടൻറ് ക്രിയേഷൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇന്ന് കാലത്ത് തന്നെ ബോഡി റൂട്ടീൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. അതിന് കുറച്ച് പാട്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു കേട്ടോ, ഞാനത് കാണിച്ചു തരാം. ഹലോ, സോ 2026 പുതിയൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കണ്ടൻറ് ക്രിയേഷൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ പോകുന്നത്. അപ്പോൾ മോർണിംഗ് റൂട്ടീനാണ് ബേസിക്കലി, വെരി സിമ്പിൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം എണീറ്റിട്ട് ഒരു 8:30 ഒക്കെ ആയപ്പോൾ എണീറ്റു. വളരെ നേരത്തെ എനിക്കൊരു സ്വഭാവം എനിക്കില്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ പോയിട്ട് ബ്രഷ് ചെയ്ത് റെഡി ആയിട്ട് വരാം. ഓക്കെ, എനിക്ക് കാപ്പി കുടിക്കുമ്പോൾ എപ്പോഴും നല്ല പതയുള്ള കാപ്പി കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ നീട്ടി ഒഴിക്കും. അപ്പോൾ ഇങ്ങനെ നല്ല പതയുള്ള സൂപ്പർ കോഫി ഉണ്ടാവും. അപ്പം ഞാൻ ഓഫീസിലേക്ക് പോവാണ്. എൻ്റെ ഓഫീസ് ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് വളരെ അടുത്താണ്, ഒരു 10 minutes ഉള്ളൂ. അപ്പോൾ അപ്പം ഞാൻ നടന്നു പോവിടുന്ന്. എനിക്ക് 10 മണിക്ക് എത്തിയാൽ മതി. 10 മണിക്ക് എത്താൻ പറഞ്ഞാൽ ഞാൻ 10:10 10:10 10:15 ഒക്കെ എത്തുള്ളൂ. റെഡി ആവണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെയിലാണല്ലോ. യെസ്, റെഡി ആവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ട് പോലുമില്ല. ആൻഡ് ഓൾസോ എൻ്റെ ഓഫീസിലത്തെ കൊളീഗ്സൊക്കെ അവർ ഓഫീസിലെത്തിയിട്ടാണ് റെഡി ആവുന്നത്. ഞാനും വിചാരിച്ചു ഇന്ന് അങ്ങനെ അങ്ങ് ചെയ്തേക്കാം, കാരണം ഇനി എന്തായാലും ടൈമില്ലല്ലോ. അപ്പോൾ ഞാൻ പോണ വഴി ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ ലിഫ്റ്റ് വഴി നമ്മൾ മെട്രോയുടെ താഴെക്കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കണം, എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ക്രോസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ ലിഫ്റ്റിൽ പോവാം. നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഇത് മെട്രോയുടെ അടി കൂടെ നമുക്ക് ക്രോസ് ചെയ്യാം വളരെ എളുപ്പത്തിൽ. അപ്പോൾ നമുക്ക് റോഡിലിരുന്ന് വെയിലും കൊള്ളണ്ട, പിന്നെ ഒരുപാട് ടൈം കൊടുക്കില്ല. സോ അങ്ങനെയാണ് ഞാൻ മോർണിംഗ് പോവാറ്. ഹലോ, സോ നമ്മൾ അവിടെ ഇരുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ക്രോസ് ചെയ്ത് ഈ ഓപ്പോസിറ്റ് സൈഡിലെത്തി. ഇനി നമുക്ക് എത്താനുള്ള സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു പച്ച ബോർഡ് കണ്ടോ, ആ സിഗ്നലിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ ഓഫീസ്. നമ്മളിവിടെ നിന്ന് നടന്ന് അവിടെ എത്തണം. പറയുമ്പോൾ വളരെ നീളം തോന്നുമെങ്കിലും പെട്ടെന്ന് എത്തും കേട്ടോ. ദുബായിലത്തെ മോർണിംഗ് റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗും ഈവനിങ്ങും ഓഫീസ് ടൈം അതിൽ വേറൊരു വൈബ് തന്നെയാണ്. നമുക്ക് കാറൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും. അവരുദ്ദേശിക്കുന്ന സമയത്ത് എത്താൻ പറ്റില്ല. നടന്നു പോയാൽ 15 മിനിറ്റിൽ എത്തുന്നത് ഒരു 1.5 മണിക്കൂർ എടുത്താലും അവരെത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ നമ്മൾ നടന്ന് ഞാൻ നേരത്തെ കാണിച്ച പച്ച ബോർഡ് കാണാനില്ലല്ലോ, അത് കാണാനില്ല. ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് അത് ഈ ക്രോസിൻ്റെ അപ്പുറത്തടക്കും. ഐ മീൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ അപ്പുറത്താണ് ആ പച്ച ബോർഡ്. അത് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തി. ദിസ് ഈസ് മൈ ഓഫീസ് ബിൽഡിംഗ്. അപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇതിൽ കൂടെ പോയാൽ എൻ്റെ ഓഫീസ് കാണാം.
ബേസിക്കലി ഞാനാണ് ഓഫീസ് തുറക്കുന്നത്, അതുകൊണ്ട് അവിടെ ആരുമില്ല. ലൈറ്റില്ല, ലൈറ്റ് ഇടണം. ആൻഡ് മോറോവർ എൻ്റെ 2 മാനേജേഴ്സും ലീവിലാണ്, അവർ നാട്ടിൽ പോയേക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഔട്ട്ഫിറ്റ് ചെക്ക്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇന്നലെ ഞങ്ങൾ ദുബായ് ഹിൽസിൽ പോയപ്പോൾ വാങ്ങിച്ചു ഒരു ബനിയൻ. ന്യൂ ഇയർ ഒക്കെ അല്ല, അപ്പോൾ ഒരു പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഐ ഡിഡ്ന്റ് ഡു മൈ മേക്കപ്പ്. അത് നമ്മൾ കുറച്ചിടം കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വന്നിട്ട് എൻ്റെ PC സ്വിച്ച് ഓൺ ആക്കണം. ദിസ് ഈസ് മൈ പ്ലേസ്. ചെറിയൊരു പ്രാർത്ഥനയ്ക്കാവാം അല്ലേ? അപ്പോൾ ഓഫീസിൽ വന്ന് മെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, ഓഫീസിൻ്റെ വാട്സപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകാം. കാരണം ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് എൻ്റെ കൊളീഗ്സൊക്കെ ഇവിടെ വന്നിട്ടാണ് റെഡി ആവാറ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. എല്ലാത്തിനും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ. സോ ദിസ് ഈസ് ഓഫീസ് വാഷ്. അപ്പം നമുക്ക് വേഗം റെഡി ആവാം. റൈറ്റ്. എനിക്ക് വലിയ മേക്കപ്പ് ഒന്നും പറയാനില്ല. ഞാൻ എൻ്റെ കണ്ണെഴുതും, ഐബ്രോസ് അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഫോൺ വയ്ക്കാനായിട്ട് അത്ര സെറ്റപ്പൊന്നുമില്ല. ഞാനത് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സൂപ്പർ സ്പോട്ട് ചെയ്ത് വെച്ച് കണ്ണെഴുതുന്നു വളരെ സോ എൻ്റെ മേക്കപ്പ് വളരെ സിമ്പിളാണ്. സോ ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര ആൻഡ് ജസ്റ്റ് ഐബ്രോക്ക് ഒരു ഷേപ്പ് കൊടുക്കുക. ഐ ഡിഡ്ന്റ് ഡു മൈ ഐബ്രോസ്. അപ്പം അതൊന്ന് ചെയ്യണം. നൗ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ ഹെയർ. സോ കേളി ഹെയറിനാണെങ്കിൽ നോ നീഡ് മച്ച് മോർ. നമ്മുടെ കൈയൊന്ന് നനയ്ക്കുക, കുറച്ച് വെള്ളം മാത്രം മതി. ഐ മീൻ നമ്മൾ ഹെയർ ഓൾറെഡി സ്റ്റൈല് ചെയ്തിട്ട് ഇട്ടേക്കുവാണെങ്കിൽ മോർണിംഗിൽ പിറ്റേ ദിവസമൊക്കെ നമുക്ക് ഇത് മാത്രം ചെയ്താൽ മതി. അവർ ഹെയർ വിൽ ലുക്ക് ലൈക്ക് ദിസ്. കണ്ടില്ലേ? നമ്മുടെ ഹെയർ നല്ല രസമായിരിക്കും. കണ്ടില്ലേ? ഹെയർ നല്ല നല്ല രസമായിട്ട് കിടക്കണം. സോ ഗുഡ്. ഇത് മാത്രം മതി നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാൻ. ഞാനൊന്ന് ഹെയർ അഴിച്ചാലിടാം. ദിസ് ഈസ് ആഫ്റ്റർ മേക്കപ്പ് ആൻഡ് ഹെയർ. അപ്പം ഇനി ബേസിക്കലി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഐ ഫോർഗോട്ട്, ഐ വർക്ക് ഇൻ ലോജിസ്റ്റിക്സ്. സോ അക്കൗണ്ട്സ് നോക്കുന്നുണ്ട്, ഓപ്പറേഷൻസ്. ദാറ്റ് ഈസ് മൈ ജോബ്. ദിസ് ഈസ് മൈ ന്യൂ ജോബ്. ഇതെൻ്റെ ഒരു കരിയർ ചേഞ്ചാണ്. ബിഫോർ ഞാൻ ഇതിലല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെൻറ്റ് ഫീൽഡ്. ദിസ് ഈസ് സംതിങ് ന്യൂ. അപ്പം surviving and I am enjoying shipping, so it's nice. Ta-da! അപ്പോൾ ഓൾമോസ്റ്റ് 5:30 ആവാറായി. അപ്പം ഇന്നത്തെ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ലാപ്പിൻ്റെ ചാർജർ ഉണ്ട്.
ഇത് ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ടേബിളും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. എല്ലാം മടക്കി പറക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പൊ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വീട്ടിൽ പോവാം. ബൈ. അപ്പൊ ഡൺ ഫോർ ദ ഡേ. നമ്മൾ നമ്മുടെ ഓഫീസൊക്കെ ഭദ്രമായി അടച്ച് പുറത്തായിട്ട് ലോക്ക് ചെയ്തിട്ടില്ല. തിരിച്ചു പോകുമ്പോഴും നടന്ന് തന്നെയാണ് പോണത്. അപ്പം ഈ ഒരു റൂട്ടാണ് ഞാൻ പിടിക്കാറ്. സോ ബേസിക്കലി ഇറ്റ്സ് ക്രൗഡഡ്. എല്ലാവരും ഓഫീസൊക്കെ കഴിഞ്ഞ് പോണ ഒരു ടൈമാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ഓഫീസ് കഴിഞ്ഞു. ഇന്നത്തെ ഡ്യൂട്ടി അവേഴ്സൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവും. പിന്നെ ചായ ഉണ്ടാക്കും, ഫുഡ് ഉണ്ടാക്കും, കഴിക്കും, കിടന്നുറങ്ങും. അപ്പം അതാണ് നമ്മളൊരു ഡെയിലി ഓഫീസ് റൂട്ടീൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.